അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫ ബ്ലോഗ് അഷ്റഫ് സെറ്റിലേക്ക് സ്വാഗതം. ഞാൻ ആങ്ങളുടെ വീട്ടിലാണ്. ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകണേണ്. അതെവിടെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ചാതി അതണ്ട ഇങ്ങനെ കാണിച്ചാൽ മതി. നല്ല ഭംഗിയില്ലേ കാണാൻ പൂവൊക്കെ ഇതണ്ട, നല്ല രസമുണ്ട്. അതെന്തോ സൈസല്ലേ, എന്തൊരു പൂവാണിത്. പിന്നെ പൊങ്കയൊന്നുമില്ല. ഈ കുഞ്ഞിത് നല്ല രസമുണ്ട് കാണാൻ. ഇതിലൊക്കെ അതേ വരണേ ഉള്ളൂ. ഇതിലൊക്കെ വന്നു. ഇത് വാടിയത്. അയ്യോ, അതിന് ചിലപ്പോ ഇതുണ്ടാവും. അപ്പം നമ്മൾ താഴത്തിറങ്ങിയിട്ട് അവിടുത്തെ ചെടികളെ പറ്റി പിന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഊബർ വന്ന നേരം കൊണ്ട് ഊബർ വന്ന് ഊബറിൽ കയറി ഞങ്ങളതേ അവിടെ സ്ഥലത്തെത്തി കേട്ടോ. വേറെ എവിടെയില്ല കേട്ടോ. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ ക്രിസ്മസിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് എക്സിബിഷൻ പോലെ ചെറുതായിട്ട് എക്സിബിഷൻ എന്ന് പറയാനായിട്ട് ഡ്രസ്സിൻ്റെതും ഒക്കെ ഉള്ളത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ക്രിസ്മസ് വരുന്നതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് നമ്മൾ കാണാൻ പോയത്. നിങ്ങൾക്കും അത് പങ്കിടണയാണ്. നല്ല ഭംഗിയായ കാര്യങ്ങളൊക്കെ. ചെരുപ്പുകളൊക്കെ കണ്ടോ, നല്ല അടിപൊളി ചെരുപ്പുകളുടെ മോഡലും ഒക്കെ കണ്ടോ. എല്ലാ രസം കാണാ, ചിലങ്കൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ അങ്ങനെ അധികം വിലയൊന്നുമില്ല. അങ്ങനെ വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കങ്ങനെ കുറേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കാണാനൊക്കെ പോവും. ഡ്രസ്സൊക്കെ ആയാലും എല്ലാം നമുക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കണ്ടോ, എല്ലാം കാണും. പക്ഷെ അങ്ങനെ എല്ലാം മേടിച്ച് കൂട്ടണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഏതെങ്കിലും ഒന്നും മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ ഒരെണ്ണം അങ്ങനെ എടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊന്നും പോയി എടുക്കൂല. അത് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും കടകളിൽ പോയിട്ടോ, അല്ലെങ്കിൽ മോള് തുണിയെടുത്ത് തയ്ച്ച് തരുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ തയ്പ്പിക്കണത്. പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും വലിയ ഷോപ്പിൽ പോയി എടുക്കും. വലിയ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാൺ സിൽക്സ്, പോത്തീസ്, അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട്. അല്ലാതെ വലിയ ഷോപ്പുകളൊന്നും ഞാൻ പോകാറില്ല. വലിയ വില കൂടിയ ഉടുപ്പുകളോ സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല. നമ്മളൊക്കെ സാധാരണക്കാരില്ലേ. അപ്പം നമ്മളെല്ലാം സാധാരണ ഇതിലങ്ങനെ പോവുള്ളൂ കേട്ടോ. വില കൂടിയതെടുത്തിട്ട് അത് തന്നെ എപ്പോഴും ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വിലക്ക് ഒരു 2-3 എടുത്താൽ നമുക്ക് 2-3 ഫംഗ്ഷന് കൂടെ ഇടയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയാണ്, അതാണ് എൻ്റെ പോളിസി കേട്ടോ. ഞാൻ ഇതൊക്കെ നോക്കും, പക്ഷേ ഇതിലേക്കൊന്നും വീഴൂല, എടുക്കൂല അങ്ങനെ ഒന്നും. മോള് തയ്ച്ചു തന്ന ഉടുപ്പൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതാകണ്ട. അവൾ തുണീൻ്റെ ഫോട്ടോ ഇട്ട് തരും. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ട് പറയുമ്പോൾ അങ്ങനെ അവൾ ഉടുപ്പടിച്ച് തരും. എൻ്റെ അടുത്ത് അതിനനുസരിച്ചുള്ള ഷോളുകളുമുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ തയ്ക്കണം. പിന്നെ ചുരിദാറുകൾ കുറച്ചുണ്ട്. സാരിയും ഉടുത്തിരുന്നു. ഇപ്പോഴും സാരി 1-2 ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ കൊടുക്കണമെന്നുമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് നോക്ക്, നല്ല ഭംഗിയുള്ള കമ്മലുകളും മാലകളും, പിന്നെ അതാ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ചെയ്യണ സാധനങ്ങളും. ഇതിന് നല്ല ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ബാഗുകൾ തയ്ച്ചിട്ടുമുണ്ട് ഞാൻ. ഈ ബാഗ് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഇങ്ങനത്തെ ബാഗുകളൊക്കെ തയ്ച്ചിട്ടുണ്ട് പണ്ട്. പിന്നെ അതേ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് അവനെ നിർത്തിയൊരു വീഡിയോ ഒക്കെ എടുത്ത്. നല്ല ഡ്രസ്സ് കണ്ട, ഒരു ഫുൾ ഡ്രസ്സ്. അത് കഴിഞ്ഞ് കേക്കിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. ഇത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ കാണുകയും ചെയ്യാം. ഇതൊക്കെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മളിവിടെ ഇതൊക്കെ കണ്ട, ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കണം, കൈ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കണം അതിലൊക്കെ. ഇത് കോട്ടൺ ഡ്രസ്സുകളാണ്, ചുരിദാറുകൾ. സാരീസ് ഉണ്ട്, നല്ല നല്ല സാരി, ബാഗുകൾ.
അങ്ങനെ ഡോളൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ഞു ഡോളുകളാണ്. ഈ ഉടുപ്പ് കണ്ട ക്രോഷി വെച്ച് തയ്ച്ച ഉടുപ്പുകളാണ് ഇതൊക്കെ. നമ്മൾ എൻ്റെ മോള് തയ്ക്കും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പിടിച്ചൊക്കെ നോക്കണേണ് ഓരോന്ന്. പിന്നെ കൊച്ച് കട്ടറും പെൻസിലൊക്കെ ഉണ്ടപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് മാറി ക്രോഷി കൊണ്ട് തയ്ച്ച ഉടുപ്പുകൾ. അവർക്ക് ഭയങ്കര കൗതുകം. അവർക്ക് പെൺകുട്ടികളില്ല, പേരക്കുട്ടികൾ. അപ്പോൾ അതൊക്കെ കിടപ്പെടുത്ത് നോക്കണേന്ന്. അവർ രണ്ടും ആൺകുട്ടികളാണ്. അപ്പോൾ ഇത് പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സാണല്ലോ, ഇത് ആൺകുട്ടിക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കണം. പിന്നെ അവരൊരു സാരി അന്വേഷിച്ച് നടക്കണേണ്. അവർക്ക് അതായത് എൻ്റെ നാത്തൂന് സാരിയാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാരി നോക്കി കുറച്ച് നടന്ന് അവർ സാരി നോക്കി ഒരു വശത്തേക്ക് പോയി. ഞാനും മോനും കൂടെ ഇതൊക്കെ നോക്കിയ മോനാണ് ഇതൊക്കെ വീഡിയോ എടുക്കണം. ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കിയാണ്. എനിക്ക് സാരി നോക്കണതിലൊന്നും താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ നോക്കണതിനും താല്പര്യം. ഈ ഒരു സാധനം മാത്രം ഞാൻ വാങ്ങി 30 രൂപ. അന്നേരം അവിടെ നിന്ന് എല്ലായിടത്തും നോക്കിയതും വീഡിയോ എടുത്തതും അല്ലേ എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ നിന്ന് വാങ്ങി ആകെ. പിന്നെ എല്ലാം ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കി, കാണാനൊക്കെ ഭംഗിയുണ്ടെന്നല്ല. അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ അവിടെ തന്നെ വെച്ച് തിരിച്ച്. പൈസ എന്ന് പറഞ്ഞാൽ ആളുകളെ നല്ലതാക്കുകയും ചെയ്യും ചീത്തയാക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ. പൈസകൾ എത്ര സൂക്ഷിച്ച് ചിലവാക്കുന്ന അത്രയും നല്ലത്. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ മോനെ അത് കാണണമെന്ന് പറഞ്ഞിട്ട് അത് നിന്ന് കാണണേണ് അവന്. ഇത് 200 രൂപ അത്. അപ്പം അതിൻ്റെ മോൻ്റെ ആങ്ങളൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൾ ചെയ്ത് കൊടുത്തിയാണ്. അങ്ങനെ ഞാൻ അവളാണ് വീഡിയോ ഒക്കെ എടുക്കണത്. ആങ്ങളൻ്റെ മോള് ഞങ്ങളവിടെ മാറിയിരുന്നു കുറച്ച് നേരം. കുറേ ഇങ്ങനെ നടന്നല്ലോ, കുറച്ച് നേരം അവിടെ മാറിയിരുന്നു. കൊച്ച് അതും കാണുന്നതിനെ കൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം മാറിയിരുന്നതാണ്. അപ്പോൾ ആങ്ങളുടെ മോളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഇത് പിന്നെ ഞാൻ നടന്ന് നമ്മൾ പിന്നെ അവർ സാരി അന്വേഷിച്ച് നടന്ന് ഞങ്ങളിങ്ങനെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ അത് നോക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടന്ന്. നല്ല കാണുമ്പോൾ ഭയങ്കര കൊതിയാവും കേട്ടോ. സാരികൾ കിടക്കണണ്ട ഇങ്ങനത്തെ സാരിയൊക്കെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സാരികളൊക്കെ കിട്ടിയിട്ടോ കൊടുക്കാൻ. ഇനിയിപ്പോൾ എനിക്ക് സാരിനോട് അത്ര ഇതില്ല. ഇപ്പോൾ ചുരിദാർ പിന്നെ ഇങ്ങനെയുള്ള ഈ ഡ്രസ്സ്, മുഴുവൻ ഡ്രസ്സ് അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. പിള്ളേരൊക്കെ ചുരിദാറുകളൊക്കെ ഇടണം. മീനാണ്, കുഞ്ഞു മീൻ. ഇങ്ങനെ ഇതൊക്കെ എന്തൊക്കെ പറയണം. അതൊക്കെ കാണുമ്പോൾ തന്നെ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികൾ കളിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് ലാസ്റ്റാണ്. ഇങ്ങനെ നമ്മളെല്ലാം മുമ്പിൽ നിന്ന് കണ്ട്, അതായത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ്റെ ലാസ്റ്റ് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തുണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സൈഡിൽ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന അവർക്കൊക്കെ കുട്ടികളവിടെ കളിക്കാൻ എത്തിയിട്ട് ആരെങ്കിലും കൂടെ ഇരുന്നാൽ മതിയല്ലോ. തള്ളമാർക്ക് അവിടെ സെലക്ഷൻ ചെയ്യാം അങ്ങനെ. അപ്പോൾ അവിടുത്തെ കുറേ കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ക്രിസ്മസ് ട്രീ കണ്ട് അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ അതേ ഫുഡിൻ്റെ ഇത് കണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫുഡൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇവിടെ ഇവിടുന്ന് ഫുഡ് സാധനങ്ങളൊക്കെ കഴിച്ചത്. അത് മലബാർ പക്ഷേ ഇവരിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ഒരു മലബാറുകാരാണ്, എറണാകുളത്ത് താമസിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി അവർ കൊണ്ടുവന്ന് വിൽക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഫുഡൊക്കെ വാങ്ങും. ഞാൻ കല്ലുമ്മക്ക നിറച്ചത് കഴിക്കണമെന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവരെടുത്തുണ്ടായിരുന്നു, ഞാൻ വാങ്ങി കഴിച്ച്. പിന്നെ എന്താണ് ഷവർമ്മ, പോക്കറ്റ് ഷവർമ്മ, പിന്നെ മറ്റേ നമ്മളുണ്ടാക്കണ അപ്പം എന്നാ ബനാനാൻ്റെ ഇത് പേരൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല കേട്ടോ. പിന്നെ കുമ്പട്ടിങ്ങ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, അങ്ങനെ അത് ഈ കളർ ഇപ്പുറത്താണ് കേട്ടോ അവരിതില്ല. അപ്പോൾ അതൊന്ന് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ അങ്ങനെ നടന്ന് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നേ. പൊറോട്ട, ബിരിയാണി, ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നടന്നിട്ട് പിന്നെ ഈ മൈതാനത്ത് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം. അപ്പോൾ ഇവിടുത്തെ പാട്ട് വോക്കില് ചേട്ടാ ഇപ്പൊ ഇതിലൊക്കെ
ഇതിലെന്നാലും കുറച്ചുകൂടെ കൂട്ടിയാൽ മതി. പക്ഷെ ബാക്കിയുള്ളതിൽ വോക്കൽ ലെവൽ ഭയങ്കര കുറവാണ്. കുന്നത്തങ്ങാടി ഷാപ്പില് കേറി വള്ള നിറയെ കള്ളും കുടിച്ച് അടിയാടിയപ്പവരും നിന്നങ്ങളമാര് പൊന്നേ, അടിയാടിയപ്പവരും നിന്നങ്ങളമാര് പൊന്നേ, അടിയാടിയപ്പവരും നിന്നങ്ങളമാര് പൊന്നേ. അങ്ങനെ അവിടെ നമ്മളിരുന്നപ്പോൾ അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ആ പാട്ട് അങ്ങനെ ഞാൻ വീഡിയോയിൽ പാട്ടോടുകൂടി തന്നെ എടുത്ത് ആ ഫോട്ടോയിൽ കാണുന്നവരൊക്കെയാണ് തോന്നുന്നത് പാടണത് ആണ് തോന്നുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് അങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് കയ്യിൽ റിബണൊക്കെ കെട്ടി തന്ന് 100 രൂപയാണ് കേട്ടോ കയറാനും കാശ്. ഒക്കെ കൊടുക്കുമ്പോൾ 100 രൂപ, കൊച്ചുങ്ങൾക്ക് ഇല്ല, 100 രൂപ കൊടുത്ത് കഴിയുമ്പോൾ ടാഗ് കയ്യിൽ കെട്ടി തന്നാലാണ് നമ്മൾ അകത്ത് കയറ്റി. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല ചോറ് ബിരിയാണി വല്ല ചോറ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പോയപ്പം അത് കണ്ടില്ല, അങ്ങനത്തെ കടകളൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ സ്ഥലമുണ്ടെന്നും പറഞ്ഞാൽ അവിടെ കയറി. അപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ഐസ്ക്രീം പല ഫ്ലേവർ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പഠിച്ചവനെ അതിന് സ്തുതി, അൽഹംദുലില്ലാ. ഞാൻ വിചാരിക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പഠിച്ചവൻ ഹബൂലാക്കി തരുന്നുണ്ട്. ഞാനിത് കോക്കനട്ടിൻ്റെ ഞാൻ മേടിച്ചത് മഞ്ഞ കളറുള്ള ചക്കയുടെയാണ്. അത് രണ്ടും ഞാൻ മേടിച്ച് നോക്കണേണ് ഏതാണ് ടേസ്റ്റ് എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചക്കയുടെയാണ് കേട്ടോ. കോക്കനട്ടിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ചക്കയുടെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇതൊക്കെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കണത്. ഞാൻ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഇറങ്ങി. അവനും അവിടെ നിന്നിട്ട് സംസാരിക്കണതാണ്. നമ്മൾ ഊബർ കാത്തിക്കണയാണ്. പറഞ്ഞ പോലെ പോണതൊക്കെ ഊബറിലാണ് നടന്നു. അല്ലാതെ പോകാൻ അവർ എറണാകുളത്ത് അവരുടെ വീടായതുകൊണ്ട് അവർക്ക് കലൂർ അടുത്ത് തന്നെയാണല്ലോ, SRM റോഡിൽ നിന്നൊക്കെ അടുത്ത് തന്നെ. അങ്ങനെ അപ്പോൾ ഊബർ വന്ന് ഞങ്ങൾ ഊബറിൽ കയറി വീട്ടിലേക്ക് പോകണതാണ്. അപ്പോൾ വയർക്ക് ഏതാണ്ട് നിറഞ്ഞ് കിട്ടാം. അവിടെ നിന്നും കഴിച്ച് ഇതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക്. അപ്പോൾ മെട്രോ ട്രെയിൻ പോണത് എടുക്കണമെന്ന് കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചിട്ട് അതെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മെട്രോ സ്റ്റേഷനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അതും പറ്റിയിട്ടില്ലായിരുന്നു. മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ കയറി ട്രെയിനിൽ കയറണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ റോട്ടിൽ മോളിൽ കൂടെ പോണത് എടുക്കാൻ പറ്റില്ല. അപ്പം മെട്രോ സ്റ്റേഷൻ്റെ ആ വഴി കൂടെയാണ്. ഇപ്പോൾ അതേ ഇറങ്ങി നമ്മളത് ഈ വഴിയിലേക്ക് എത്തി. നമ്മുടെ പള്ളിയുണ്ട്, അപ്പോൾ അതും ഒന്ന് വീഡിയോ എടുത്തു. ഇതും ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പള്ളി വീഡിയോ എടുക്കണമെന്നൊക്കെ. അതും അങ്ങനെ എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ അതേ ഫ്ലാറ്റിൻ്റെ വഴിയിലേക്ക് കയറി ഞങ്ങൾ ഈ ഫ്ലാറ്റിലെത്തി. ഉള്ളിലേക്ക് കയറണതാണ്. 4ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ ഫുഡ് ഉച്ചക്കെടുത്തത് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ, കടകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ. അപ്പോൾ അതേ ചോറും പായസവും പിന്നെ മീൻകറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻകറിയും ഊണുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ മീൻകറി സെപ്പറേറ്റും പിന്നെ പുഴുക്കലരിൻ്റെ ചോറ്, സാമ്പാർ, കുമ്പളങ്ങ കറി, പിന്നെ കുറേ അവിയൽ, ഇത് പേരൊന്നും എനിക്ക് പറയാനൊന്നും കിട്ടൂല. ഇഷ്ടംപോലെ നല്ല കറികളൊക്കെ, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തിന്നും പറഞ്ഞാൽ ആദ്യം ഈ പച്ചക്കറിയൊന്നും അങ്ങനെ തിന്നില്ലായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, എല്ലാ പച്ചക്കറി കൂടെ ചോറിനും കൂടെ ഇട്ട് കുഴച്ചങ്ങോട്ട് തിന്നും. അപ്പോൾ ഇങ്ങനെ കാണിക്കണ്ട, എനിക്കും അറിയില്ല എന്തൊക്കെയാണ് സാധനങ്ങളൊന്നും. അങ്ങനെ എല്ലാം കാണിച്ച് അതിന്നൊക്കെ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ അങ്ങനെ എടുത്തു. സാമ്പാർ അങ്ങനെ എടുത്ത് നമ്മൾ കഴിച്ച് ചോറൊക്കെ കഴിച്ച് നമ്മളന്ന് റെസ്റ്റ് എടുത്തു. ഉച്ചക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഇറങ്ങി.
ഹോസ്പിറ്റലിൽ പോയതാണ്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കൂടെ എടുത്തു. എന്ന് വെച്ചാൽ കൂടുതലൊന്നും എടുത്തില്ല. ഇന്ദിരാജിയുടെ പ്രതിമ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടാണ്. പിന്നെ രാജീവ് ഗാന്ധിൻ്റെ ഇങ്ങനെയുള്ളൊരു ഫോട്ടോയും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് കയറി. അവിടെ നിന്ന് നമ്മളൊരു ഫിലിം സ്റ്റാറിനെ കണ്ടു. അവരുമായിട്ടൊരു ഫോട്ടോ എടുത്തു. ഇതെല്ലാം മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ പൂപ്പിൻ്റെ കയ്യിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മളിത് പറയണം. ഇപ്പം നമ്മളിങ്ങനെ കാർഡ് ഇട്ട് നമുക്കിപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഇതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. പറയാനുള്ളത് ഒരു ഇറ്റ് ഇസ് ബ്രൗൺ ഇൻ കളർ അല്ലെങ്കിൽ ഇറ്റ് ബാക്സ് എന്ന് പറയണം. അപ്പോൾ പൂപ്പിൻ്റെ ഇതിൽ അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആൻ ആനിമൽ എന്ന് പറഞ്ഞാലും മതി. പൂപ്പിൻ്റെ കാർഡിൽ അപ്പോൾ ഇതിന് റിലേറ്റഡ് വരുന്ന എന്തെങ്കിലും ഒരു കാർഡ് ഉണ്ടെങ്കിൽ പൂപ്പിന് അത് ഇടാം. അത് കറക്റ്റ് ആണെന്ന് നമ്മളെ സംബന്ധിച്ച് എന്നാൽ മാത്രമേ ആ ഗെയിം ഇതാവുള്ളൂ, മുന്നോട്ട് പോകുള്ളൂ. അതാണ് ഗെയിം. അപ്പോൾ അവർ അമ്മായിയും മോനും കൂടെ ഗെയിം കളിച്ചിട്ട് എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഗെയിം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഗെയിമിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നതാണ്. പിന്നെ അവർ രണ്ടുപേരും കൊണ്ട് കളിച്ച് പിന്നെ ഒരു ചെറിയ കേക്ക് കൊണ്ടു മുറിച്ച് അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം കഴിഞ്ഞ് രാത്രിയായി, ഉറങ്ങാനുള്ള ടൈമായി. ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.